ആ ചേട്ടനെ എനിക്ക് ടിക്ടോക്ക് പോലെ അറിയാം. അഭിസേ എന്ന് പറയുന്ന ആ ചേട്ടനെ. പുള്ളിക്കാരൊക്കെയാണ് ജെന്യൂനായിട്ട് നിൽക്കുന്നത്, ഫേക്കായിട്ട് എന്ന് പറഞ്ഞാൽ ഷാനവാസ് അതായത് നമ്മുടെ ഇന്ദ്രേട്ടൻ ഭയങ്കര ഒരു ഫാനാ, വലിയ ഫാനാ. അപ്പോൾ ഇന്ദ്രേട്ടൻ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഭയങ്കര സന്തോഷം. ഇന്ദ്രേട്ടൻ എൻ്റെ വക ഒരു എക്സ്ട്രാ കൺഗ്രാജുലേഷൻ. എനിക്ക് ഒരു ഇത് വന്നു, ഞാൻ ഇന്ത്യൻ പുള്ളിക്കാരി സപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു ഇത് വന്നായിരുന്നു. രേണു സുധി ബിഗ് ബോസിലുണ്ട്, ബിഗ് ബോസിൽ പോകുന്നുണ്ട്. പിന്നെ ഈ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ആ ഒരു ഫ്ലോറിൽ സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. എൻ്റെ മേടെ ജിമിക്കി കമ്മൽ ആ പാട്ട്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിക്സപ്പ് ചാനൽ കേട്ടോ. ഇപ്പം എൻ്റെ വ്ളോഗുണ്ട്, ഡെയിലി വ്ളോഗുണ്ട്, ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ഉണ്ട്. പിന്നെ എനിക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിലോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടെങ്കിലോ അങ്ങനെ ഉണ്ടെങ്കിലൊക്കെ ഞാൻ ഇവിടെ വന്നിരുന്നാലും സംസാരിക്കുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിലെ കുറച്ച് കണ്ടസ്റ്റൻസ് എല്ലാവരും ഒന്നും എനിക്കറിയത്തില്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് അനീഷ് എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാവരും ഒന്നും അറിയത്തില്ല കേട്ടോ. ബിഗ് ബോസിൽ ഇപ്പോൾ എൻട്രി ആയിരിക്കുന്നത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. എൻട്രി ആയിരിക്കുന്ന എല്ലാവർക്കും ഒന്നും അറിയത്തില്ല. അറിയാവുന്ന കുറച്ച് പേരുണ്ട്. നമുക്ക് അറിയാവുന്നവരെ പറ്റി മാത്രം അഭിപ്രായങ്ങൾ സംസാരിച്ചാൽ പോരെ, അറിയാവുന്ന കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ പോരെ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എല്ലാവരെയും പറ്റിയിട്ടൊന്നും പറയാത്തത്. പിന്നെ പോകെ പോകെ സംസാരിക്കാം. എല്ലാവരെയും മനസ്സിലാക്കി വരുമ്പം, അറിഞ്ഞു വരുമ്പോൾ ആരൊക്കെയാണ് അവർ, എന്തൊക്കെയാണ് അവർ എന്നൊക്കെ മനസ്സിലാക്കി വരുമ്പോൾ നമുക്ക് പോകെ പോകെ സംസാരിക്കാം. രണ്ടാമതായിട്ട് നമ്മുടെ അനിമോളെ എനിക്കറിയാം. അറിയാത്തവരായിട്ട് ആരും കാണത്തില്ല. നമ്മുടെ സ്റ്റാർ മാജിക്കിലൊക്കെ ഉള്ള പിന്നെ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ഇപ്പോൾ ബിഗ് ബോസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഒരു കാര്യം പറയാൻ മറന്നു. ഈ ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റൻസ് ആയിട്ട് വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വക ഒരു എന്താ പറയുക, ഹൃദയം നിറഞ്ഞ ആശംസകൾ. പിന്നെ ബെസ്റ്റ് ഓഫ് ലക്ക്, ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറയാം. നല്ല അടിപൊളിയായിട്ട് കളിക്കുക എല്ലാവരും. പിന്നെ ഇത്രയേ ഉള്ളൂ. പിന്നെ ബാക്കി നമുക്ക് കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ആര്യനുണ്ട്. ആര്യൻ എന്ന് പറയുന്നത് പുതിയ ആളാണ്, എനിക്ക് പരിചയമില്ലാത്ത ആളാണ്. അത് ഫോണിലൂടെ പോലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. പിന്നെ കലാഭവൻ സരിക ചേച്ചിനെ അറിയാം, പല സീരിയൽസിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്കും ഓൾ ദ ബെസ്റ്റ്. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ അക്ബറിനെ എനിക്കറിയാം കേട്ടോ. ഞാൻ സരിഗമപ എപ്പിസോഡ് ഫുള്ള് ആ ഒരു സീസൺ, നമ്മുടെ അക്ബറൊക്കെ ഉള്ള ആ ഒരു സീസൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ സീസൺ ഞാൻ ഫുള്ള് കാണുമായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് അക്ബറിനെ അറിയാം. അപ്പോൾ എന്തായാലും അടിപൊളിയാവട്ടെ, നന്നായിട്ട് എല്ലാവർക്കും കളിക്കാനായിട്ട് പറ്റട്ടെ. പിന്നുള്ളത് ബിൻസി ഉണ്ട്. പിന്നെ സാബു എന്ന് പറയുന്നത്, ബിൻസി എന്ന് പറയുന്നത് RJ ആണെന്നാണ് അറിഞ്ഞത്. ഞാൻ കണ്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ട്. ബിൻസി ഉണ്ട്. പിന്നെ സാബു എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻസ് ഇതിന് മുന്നേ ഉള്ളൊരു സീസണിലും ഉണ്ടായിരുന്നു. വിന്നറായിട്ടുള്ളൊരു സാബു ചേട്ടൻ, നമ്മുടെ ഒരു ചിരിക്കകത്തുള്ള ചേട്ടനായിരുന്നു ജഡ്ജായിട്ടിരുന്നത്. അപ്പോൾ ചേട്ടനും ഉണ്ട്, ഓൾ ദ ബെസ്റ്റ്. പിന്നെ ബിന്നി എന്ന് പറയുന്നത് നമ്മുടെ ഏഷ്യാനെറ്റിലെ സീരിയലിലുള്ള ഒരു ആക്ട്രസ്സാണ്. സീരിയലിലുള്ള ഒരു ആക്ടറിൻ്റെ കൂടെ വൈഫാണ്. പുള്ളിക്കാരി ഡോക്ടറാണ്. അപ്പോൾ പുള്ളിക്കാരുടെ യൂട്യൂബ് ചാനൽ എനിക്കറിയാം, യൂട്യൂബ് ചാനലൊക്കെ കാണാറുണ്ട്, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ബിന്നിക്കും ഓൾ ദ ബെസ്റ്റ്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ അഭിശ്രീ എന്ന് പറയുമ്പോൾ ആ ചേട്ടനെ എനിക്ക് ടിക്ടോക്ക് പോലെ അറിയാം. അഭിശ്രീ എന്ന് പറയുന്ന ആ ചേട്ടനെ, പുള്ളിയുടെ വൈഫിനെ എനിക്കറിയാം. രണ്ടുപേരും അടിപൊളിയാണ്. ഇപ്പം ചേട്ടൻ പുതിയ ഈ ഇടയ്ക്ക് സീരിയൽസിലൊക്കെ ആക്റ്റീവായിട്ട് നിന്ന ഒരാളാണ്. അപ്പോൾ അഭി ചേട്ടനും ഓൾ ദ ബെസ്റ്റ്. പിന്നെ രണ ഫാത്തിമ എനിക്ക് അറിയില്ല. അപ്പം പോകെ ഈ അറിയാത്തവരെയൊക്കെ പരിചയപ്പെടാം. ബിഗ് ബോസ് മുന്നോട്ട് പോകുന്തോറും എല്ലാവരെയും നമുക്ക് മനസ്സിലാക്കാം. എൻ്റെ കൂടെ തന്നെ എല്ലാവരും മനസ്സിലാക്കും എന്തൊക്കെയാണ് കാര്യങ്ങൾ. കഴിഞ്ഞ ബിഗ് ബോസിലെ സീസണുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതായിരിക്കാം. അപ്പോൾ അതിലൂടെ നമുക്ക് അറിയാമല്ലോ ആരൊക്കെയാണ് ജെന്യൂനായിട്ട് നിൽക്കുന്നത്, ഫേക്കായിട്ട് നിൽക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ചിലപ്പോൾ നമ്മൾ ഈ പോസിറ്റീവായിട്ട് നമ്മൾ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്നവർ തന്നെയായിരിക്കും ചിലപ്പോൾ ഫേക്കായിട്ട് വന്ന് നിൽക്കുന്നത്. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് പോകെ ഓരോന്നും അറിയാം. അടുത്തതുള്ളത് രഞ്ജിത്ത്. പിന്നെ ജഷ്യ എന്ന് പറയുന്നത് മലയാളിയെല്ലാം തോന്നുന്നു. വേറെ ഏതോ ഒരു ബിഗ് ബോസ്, അന്യഭാഷയിലുള്ള ഒരു ബിഗ് ബോസിൽ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ജഷ്യ. ഇതിലും മലയാളത്തിലും വന്നിട്ടുണ്ട്. അങ്ങനെ എന്തിനാ വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, അതൊക്കെ അവരുടെ കാര്യം. പിന്നെ ഷാരിക എന്ന് പറയുന്ന ആങ്കർ, ഇൻ്റർവ്യൂവർ. പിന്നെ ഷാനവാസ് എടുത്ത് പറയണം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെ ബിഗ് ബോസ് സീസൺ 7 ഇത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് മാത്രമല്ലേ നമുക്ക് ഇതിൽ ആരൊക്കെ വരുന്നുണ്ട് കണ്ടസ്റ്റൻ്റ് ആയിട്ടെന്ന് നമുക്ക് അറിയത്തുള്ളൂ. അല്ലാതെ അതിന് മുമ്പ് നമുക്ക് അറിയാനുള്ള വഴിയൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഷാനവാസ്, അതായത് നമ്മുടെ ഇന്ദ്രേട്ടൻ ഇതിൽ നമ്മുടെ സീത സീരിയലിലൂടെ കുറച്ചുകൂടി ഫെയിം ആയിട്ടുള്ള നമ്മുടെ ഇന്ദ്രേട്ടൻ. പിന്നെ പണ്ടത്തെ സീരിയലുണ്ടല്ലോ കുങ്കുമപ്പൂവിലെ രുദ്രേട്ടൻ എന്നീ ക്യാരക്ടറുകളിലൂടെ വന്നിട്ടുള്ള നമ്മുടെ ഷാനവാസ് ഇക്ക ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞാൻ ഭയങ്കര ഒരു ഫാനാണ്, വലിയ ഫാനാണ്. സീത സീരിയൽ കണ്ടപ്പോൾ തൊട്ട് ഞാൻ പുള്ളിക്കാരൻ്റെ ഒരു ഭയങ്കര ഫാനായിട്ട് മാറി കേട്ടോ. ആ എപ്പിസോഡ് ഫുള്ള് ഞാൻ കണ്ടിട്ടുണ്ട്. സീത സീരിയലിൻ്റെ എപ്പിസോഡ് ഫുള്ള് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ ഫാനായിരുന്നു സീതയുടെ ഇന്ദ്രൻ്റെ. അപ്പോൾ ഇന്ദ്രേട്ടൻ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഭയങ്കര സന്തോഷം. ഇന്ദ്രേട്ടൻ എൻ്റെ വക ഒരു എക്സ്ട്രാ കൺഗ്രാജുലേഷൻസ് ആൻഡ് ബെസ്റ്റ് ഓഫ് ലക്ക്.
പിന്നുള്ളത് നവീൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ്, പിന്നെ ആദിൽ നൂറയുണ്ട്. അവർ ലെസ്ബിയൻ കപ്പിൾസ് ആണെന്ന് പറയുന്നു. അപ്പം അവരുണ്ട്. രണ്ടുപേർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. പിന്നെ നമ്മുടെ സ്വന്തം രേണു സുധി. പുള്ളിക്കാരിയെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. എനിക്ക് പല കാര്യത്തിലും ഞാൻ പുള്ളിക്കാരിയെ പറ്റി 1-2 വീഡിയോ എന്തോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അഭിപ്രായം പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ 1-2 വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ പുള്ളിക്കാരിയെ മോശമാക്കിയിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവ് പറഞ്ഞിട്ടൊന്നും ഞാൻ ഇട്ടിട്ടില്ല. പിന്നീട് ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടതുമില്ല. കാരണം പല ഇത് കണ്ടിട്ടും, പല വീഡിയോസ് ആണെങ്കിലും, അല്ലെങ്കിൽ വീഡിയോസ് കണ്ടിട്ടല്ല, അതൊക്കെ ഓരോരുത്തരുടെയും ഇപ്പം ഷോർട്ട് ഫിലിം ആയാലും റീൽസ് കണ്ടിട്ടായാലും എനിക്കൊന്നും പറയാനായിട്ട് അഭിപ്രായമൊന്നും പറയാൻ തോന്നിയില്ല. കാരണം അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അവർക്ക് അഭിനയിക്കാൻ അറിയോ ഇല്ലയോ അത് അവരുടെ ഇഷ്ടമാണ്. അവർക്ക് ചെയ്യാൻ ആഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കും അവർ ചെയ്യുന്നത്. പിന്നെ ചില ഈ എന്താ പറയുക, റിയാക്ഷൻസ് പുള്ളിക്കാരിയുടെ ഭാഗത്തുനിന്ന് വരുന്ന കുറച്ച് റിയാക്ഷൻസ് കണ്ടപ്പോഴത്തേനും എനിക്ക് ഒരു ഇത് വന്നു, ഞാൻ എന്തിന് പുള്ളിക്കാരിയെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു ഇത് വന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ രേണു സുധി. ഇതിന് മുമ്പ് ഈ ബിഗ് ബോസ് സീസൺ 7 തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ പലരും പറയുന്നുണ്ടായിരുന്നു രേണു സുധി ബിഗ് ബോസിലുണ്ട്, ബിഗ് ബോസിൽ പോകുന്നുണ്ട്. പിന്നെ ഈ ഇടയ്ക്ക് ഇന്നലെ കൂടി പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസിൽ നിന്ന് പുറത്തായി രേണു സുധി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അന്നേരം വിശ്വസിച്ചില്ല. പോവായിരിക്കുമോ, പോയി കാണും എന്നൊക്കെയായിരുന്നു ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ രേണു സുധി ബിഗ് ബോസിലുണ്ട്. പക്ഷെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ആ ഒരു ഫ്ലോറിൽ എൻട്രി ആയി ലാലേട്ടൻ്റെ കൂടെ അവിടെ ഇങ്ങനെ നിൽക്കുന്നതാണ് ഭയങ്കര സന്തോഷമായി സത്യം പറഞ്ഞാൽ. എന്തോ എനിക്ക് ചില സമയത്ത് നമുക്ക് ദേഷ്യമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പുള്ളിക്കാരി ആ ഒരു ഫ്ലോറിൽ എത്തിയപ്പോൾ. പുള്ളിക്കാരുടെ കഴിവാണത്. അപ്പം നമുക്ക് എല്ലാവർക്കും ഒന്നും ഇതുപോലത്തെ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ പുള്ളിക്കാരുടെ കഴിവാണത്. കഴിവുകൊണ്ട് അവിടെ എത്തി, അവിടം വരെ എത്തി. ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ കളിക്കാൻ പറ്റട്ടെ പുള്ളിക്കാരിക്ക് എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് ബാക്കി നമുക്ക് പോകെ പോകെ പറയാം. എന്തെങ്കിലുമൊക്കെ വരുമല്ലോ, നമുക്ക് പറയാം. നമുക്കത് ബിഗ് ബോസ് നമ്മുടെയും കൂടെ കാര്യമാണല്ലോ. നമ്മൾ കണ്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമല്ലേ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ പോകെ പോകെ നമുക്ക് വഴിയെ കാണാം ആരൊക്കെ എന്തൊക്കെ അവിടെ കാട്ടിക്കൂട്ടുന്നതെന്ന്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ശൈത്യ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ്, പിന്നെ നമ്മളുടെ സിനിമ താരമായ ശരത്ത്, അപ്പാനി ശരത്ത് എന്ന് പറയുന്ന ആ ചേട്ടനുണ്ട്. ആ ചേട്ടനെ എനിക്കറിയാം, പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ ആ പാട്ടിലൊക്കെ അപ്പാനി ശരത്തിനെ, ആ പാട്ടിലാണ് ഞാൻ കൂടുതലും പുള്ളിക്കാരനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ എല്ലാവരും ഇങ്ങനെ എനിക്ക് പരിചയമുള്ളവർ, പ്രത്യേകിച്ച് ഷാനുക്ക വന്നതുകൊണ്ട് ഭയങ്കര സന്തോഷം. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നല്ല അടിപൊളിയായിട്ട് കളിക്കട്ടെ എല്ലാവരും. ഇനി അടുത്ത വീഡിയോ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്കിങ്ങനെ പറഞ്ഞു പോവാം. പലരും പല കാര്യങ്ങളും ചെയ്യും, അഭിപ്രായങ്ങളൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞു പോവാന്നേ. എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് അറിയായിരിക്കും, എല്ലാം ഒരേപോലത്തെ വ്ളോഗല്ലേ, നമ്മളെപ്പോഴും ഒരേ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നവർക്ക് ബോറടിക്കത്തില്ലേ. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു കണ്ടന്റ് എടുത്തത് കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ, ടാറ്റാ, ബൈ, സീ യു.